വെരി വെരി ഗുഡ് മോർണിംഗ്. പവർ വിഷനിൽ നിന്ന് ഞങ്ങളെല്ലാവരും ചേർന്ന് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നമുക്ക് 19-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൻ്റെ 1-ാം ഭാഗം നോക്കാം. അടിയനും വചനത്താൽ പ്രബോധനം ലഭിക്കുന്നു. അടിയനും എനിക്കും അവയാൽ വചനത്താൽ പ്രബോധനം ലഭിക്കുന്നു. പ്രബോധനത്തിൻ്റെ അർത്ഥം ഉപദേശം നൽകുക, ആലോചന പറയുക, തിരുത്തുക, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾ വരുന്നു. അപ്പന്മാർ മക്കളെ പ്രബോധിപ്പിക്കുന്നു എന്ന് തെസ്സലോനിക്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ മുതിർന്നവർക്കാണ് പ്രബോധനത്തിനുള്ള അധികാരം, യോഗ്യത. മക്കൾ അപ്പന്മാരെ പ്രബോധിപ്പിക്കാറില്ല. പ്രത്യേകിച്ചും അമ്മമാർ ഓമനിക്കുന്നു എന്നും അപ്പന്മാർ പ്രബോധിപ്പിക്കുന്നു എന്ന് തെസ്സലോനിക്യ ലേഖനത്തിൽ നിന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അനുഭവത്തിലും നമുക്കെല്ലാവർക്കും അങ്ങനെ അറിയാം. അമ്മ, മമ്മി എന്നൊക്കെ പറയുന്ന വാക്ക് എത്ര സുന്ദരമായ വാക്കാണ്. അമ്മയല്ലേ ലോകത്തിൻ്റെ മുഴുവനും പുറകിലത്തെ വ്യക്തി. ഈ വലിയ 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 വില്ലന്മാരും വമ്പന്മാരും എല്ലാം ഒരമ്മയുടെ സൃഷ്ടിയല്ലേ. പക്ഷെ ഈ അമ്മ ഒരിക്കലും പ്രബോധനത്തിൻ്റെ ആളല്ല. ശരി, അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ എന്നൊരു വാക്കില്ലേ. അമ്മയുടെ ആ ബോഡി ലാംഗ്വേജും കംഫർട്ട് സ്റ്റേഷനാണ്. ഒന്ന് തലോടുക, ഒരു മുത്തം കൊടുക്കുക, ധൈര്യപ്പെടുത്തുക, ആശ്വസിപ്പിക്കുക. സാരമില്ല 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 എന്ന് അമ്മ പറഞ്ഞാൽ പിന്നെ സാരമില്ല. എനിക്ക് മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. കൊച്ചുമക്കളൊക്കെ എല്ലാ ദിവസവും വിളിക്കും. അമ്മ എങ്ങനെയെന്നാ സാരമില്ല 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 എന്ന് പറഞ്ഞാൽ തീർന്നു, വിഷയം തീർന്നു. ബാക്കിയുള്ളവർ എന്നാ പറഞ്ഞാലും ഇങ്ങനെ അങ്ങോട്ട് അംഗീകരിക്കാതെ പിണങ്ങി ദേഷ്യപ്പെട്ടൊക്കെ നിൽക്കുക. അമ്മ ചെന്ന സാരമില്ല, തീർന്നു. അപ്പം അമ്മ കംഫർട്ട് സ്റ്റേഷനായിരിക്കുമ്പോൾ അപ്പൻ പോലീസ് സ്റ്റേഷനാകുക. പക്ഷെ പോലീസ് സ്റ്റേഷൻ ആവരുത്. പോലീസ് സ്റ്റേഷനിൽ എന്തൊക്കെയാണ് നടക്കുന്നതല്ലേ, നമുക്കിപ്പോൾ പറയണ്ട പൊതുവേദിയിൽ. പക്ഷെ പോലീസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഉത്തരവാദിത്വം, പ്രൊട്ടക്ഷൻ, തിരുത്തൽ, ഇതൊക്കെയാണ് പോലീസിൻ്റെ ഉദ്യോഗം. ചീത്ത വിളിക്കാൻ പോലീസിനെ ആരും അനുവദിച്ചിട്ടില്ല. പക്ഷേ അവരതൊക്കെ ചെയ്യുന്നുണ്ട്. ഇടിക്കുകയും തൊഴിക്കുകയും ഉരുട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പന്മാർ പ്രബോധിപ്പിക്കുകയാണ്. അപ്പം ഇതിനുള്ള അവകാശം അവർക്കേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അപ്പൻ മക്കളെ പ്രബോധിപ്പിക്കും, മക്കൾ അപ്പനെ പ്രബോധിപ്പിക്കുകയില്ല. നാട്ടുകാരെ മുഴുവൻ പ്രബോധിപ്പിക്കാനൊന്നും നമുക്കൊക്കത്തില്ല. പ്രബോധനം ഒരു റിലേഷനിൽ നിന്ന് വരുന്നു, ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് വരുന്നു, ഒരു അധികാരത്തിൽ നിന്ന് വരുന്നു. നോക്കൂ, ഈ വാക്കുകൾ എഴുതുന്ന ആള് ദാവീദാണ്. അദ്ദേഹം സീനിയർ മോസ്റ്റ് പവർഫുൾ കിങ് ആണ്. അദ്ദേഹം ഒരു അഭിഷിക്തനാണ്, അദ്ദേഹം ഒരു പ്രവാചകനാണ്. അദ്ദേഹത്തിന് പ്രബോധിപ്പിക്കാൻ അധികാരമുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് കേട്ടോ, അടിയനും വചനത്താൽ പ്രബോധനം ലഭിക്കുന്നു. ഞാനിങ്ങനെ പ്രബോധിപ്പിച്ച് നടക്കുമ്പോൾ വചനം എന്നെ കയറി പ്രബോധിപ്പിക്കും. ഞാൻ അനേകർക്ക് നേരെ വിരലി ചൂണ്ടുമ്പോൾ വചനം എൻ്റെ നേരെ വിരലി ചൂണ്ടുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നവരിൽ ഒരാളാണ്. ഒരു വർഷത്തിൽ എത്രയോ പ്രസംഗം ചെയ്യുന്നു. ഒരു ദിവസത്തിൽ തന്നെ 3-4 പ്രസംഗമൊക്കെ ചെയ്യും.
അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നോട് പ്രസംഗിക്കാൻ ആളില്ല. കാരണം ഞാൻ പ്രസംഗം കേൾക്കാൻ പോവാറില്ല. പിന്നെ യൂട്യൂബിലൊക്കെ കേൾക്കും, ഓൺലൈനിൽ കേൾക്കും. എന്നാൽ ഈ കീർത്തനം പറയുന്നു, എന്നെയും ഈ പുസ്തകം വെറുതെ വിടത്തില്ല. ഞാൻ ഇതിൻ്റെ മുമ്പിൽ സമാധാനത്തോടും സത്യസന്ധതയോടും കൂടെ വന്നാൽ അതെന്നെയും തിരുത്തും, ഉപദേശിക്കും. നമുക്ക് വചനത്തിൻ്റെ പ്രബോധനത്തിനായി ചെവി ചായിക്കാം. ആമേൻ.